ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു അയലക്കറിയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു കറിവേപ്പില തണ്ട്, ഒരു വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വലിയ പച്ചമുളകാണെങ്കിൽ ഒരു പച്ചമുളക് മതിയാകും, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതെല്ലാം നല്ലപോലെ വഴന്ന ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ കൊച്ചുള്ളിക്കകത്ത് തന്നെ നേരിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും സെപ്പറേറ്റ് ചൂടാക്കി നമുക്ക് ഈ വഴറ്റിയ കൊച്ചുള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചുള്ളിയിലേക്ക് ഡയറക്റ്റ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ കൊച്ചുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുപൊടി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉപ്പുപൊടി നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കിലോ അയലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ വേവുന്നിടം വരെ നമുക്ക് ഈ ചാറൊന്ന് പറ്റിച്ചെടുക്കാം.
ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.